നിരന്തരമായി കുഞ്ഞിക്കണ്ണൻ സഖാവും CPM നേതാക്കളും പല പ്രഭാഷണങ്ങളിലൂടെയും പല ലേഖനങ്ങളിലൂടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ജമാഅത്തെ ഇസ്ലാമിയും RSSും ഒന്നാണ് എന്നുള്ളതാണ്. അതൊരിക്കലും ശരിയാവുകയില്ല. നിങ്ങൾ എത്ര വ്യാഖ്യാനിച്ചാലും. ഒന്നിവിടെ കുഞ്ഞിക്കണ്ണൻ സഖാവ് ഒരു മാർക്സിസ്റ്റ് പദാവലി തന്നെ ഫാഷിസം എന്ന് RSSനെ കുറിച്ച് ഉപയോഗിക്കാൻ അദ്ദേഹം മറക്കുന്നു. അദ്ദേഹം മതരാഷ്ട്രവാദം എന്നാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും RSSനെ പോലെ തീവ്ര വലതുപക്ഷത്തിന്റെ എത്നോ നാഷണലിസ്റ്റ് സമീപനം നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയിൽ കാണാൻ കഴിയില്ല. തീവ്ര വലതുപക്ഷ പ്രസ്ഥാനമായ RSSനെ പോലെ കോർപ്പറേറ്റുകളോടും വലതുപക്ഷ മുതലാളിത്ത ചങ്ങാത്തും നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയിൽ കാണാൻ കഴിയില്ല. മറിച്ച് ഞങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന, പ്രവാചകൻ മുന്നോട്ട് വെക്കുന്ന നീതിയുടെയും സാഹോദര്യത്തിന്റെയും ഈഗാലിറ്റേറിയൻ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് സാമൂഹിക രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്ന ഒരു കൊച്ചു പ്രസ്ഥാനമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയം പോയിന്റ് ക്ലിയർ ആണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. പോയിന്റ് ക്ലിയർ ആണ് എന്നുള്ളതുകൊണ്ട്, അതായത് മതരാഷ്ട്രവാദം എന്ന ആ പരികല്പന, അങ്ങനെ ഒരു പരികല്പന തിയോക്രസിയാണ് എന്നാണ്, തിയോക്രാറ്റിക് സ്റ്റേറ്റ് എന്നാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ CPM അങ്ങനെയല്ല അതിനെ കാണുന്നത്. നേരത്തെ തന്നെ ശ്രീ കുഞ്ഞിക്കണ്ണൻ അത് സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു, അതായത് ഹിക്മത്തു ഇലാഹി അല്ലെ, അത് അങ്ങനെ ഒരു പ്രയോഗം ആദ്യം വരികയും പിന്നീട് അതിനെ ഏതാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആ ഒരു പരികല്പനയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ദീൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് ഇഖാമത്തുദ്ദീൻ എന്ന് നിങ്ങൾ വിശദീകരിക്കുന്നുണ്ടെങ്കിലും അതിന് മതത്തിൻ്റെതായിട്ടുള്ള ഒരു നിയന്ത്രണം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. ആ മതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ സംഘടനയുടെ ഒരു ആത്മാവായി നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ആരോപണം നിലനിൽക്കില്ലേ? അല്ല, ഒരിക്കലല്ല. ഒന്ന് അതിൽ ഏറ്റവും മൗലികമായ പ്രശ്നം, ഇത് ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് CPMനോട് മറുപടി പറഞ്ഞതാണ്. അത് വീണ്ടും മറുപടി പറയുക എന്നത് അവരുടെ ഒരു പിന്നെന്താ പറയുക, ഒരു ക്യാമ്പയിനിലേക്ക് നിന്നു കൊടുക്കുകയോ എന്നുള്ള ഒരു ജാഗ്രതയോടുകൂടി തന്നെ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഞങ്ങൾ ഒരിക്കലും ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിന്റെ വക്താക്കളല്ല. സാക്ഷാൽ ഞങ്ങളുടെ സ്ഥാപകനായിട്ടുള്ള മൗദൂദി പോലും പറഞ്ഞ തിയോ ഡെമോക്രസി എന്നുള്ളതാണ്. ജനാധിപത്യപരമായി സമുദായങ്ങൾക്ക്, വ്യക്തികൾക്ക് അവരുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു സാമൂഹികവും പിന്നെ സൗഹൃദപരമായ ഒരു ഇടം എന്ന് ഞങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരിക്കലും അത് മതം എന്ന് പറയുന്ന യൂറോപ്യൻ സങ്കല്പപ്രകാരമുള്ള ഒരു പുരോഹിത വർഗം നിയന്ത്രിക്കുന്ന, നിർണയിക്കുന്ന ഒരു മതസങ്കല്പമായി ഞങ്ങൾ മതത്തെ കണ്ടിട്ടില്ല. അതുകൊണ്ട് മതം എന്ന സങ്കല്പത്തിനെതിരെ പോലും ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജസ്റ്റിസ്, അതുപോലെ തന്നെ ഫ്രറ്റേണിറ്റി, അതുപോലെ തന്നെ സോളിഡാരിറ്റി, ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സാമൂഹികമായിട്ടുള്ള, രാഷ്ട്രീയമായിട്ടുള്ള, എല്ലാവർക്കും അവരുടെ കർത്തൃത്വം ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു ഇടം എന്നാണ് ഞങ്ങൾ അതിനെ വിശദീകരിക്കുന്നത്. നേരെ മറിച്ച് ഞങ്ങളുടേതൊരു അടഞ്ഞ മതരാഷ്ട്രവാദമാണെന്നും ഒരു ഭീകരതയാണെന്നും സെപ്റ്റംബർ 11 അനന്തരമുള്ള ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഒരു ഭീകരതാ രാഷ്ട്രീയമുണ്ട്. ഭീകരതയാണ് ഇസ്ലാം എന്നാൽ, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്നുള്ള സാമൂഹ്യ വിഭാവനകൾ ഭീകരതയാണ്. അതേ സാമ്രാജ്യത്തെ ആഖ്യാനം ഏറ്റെടുക്കുകയാണ് ഇവിടെ സഖാവ് കുഞ്ഞിക്കണ്ണൻ ചെയ്യുന്നത്. കേരളത്തിലെ CPMനെ കുറിച്ചല്ല. ഒരു മിനിറ്റ്, ഇതുകൂടി ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വളരെ പെട്ടെന്ന് അതുകൂടി പറഞ്ഞോളൂ. CPM ഇവിടെ ചെയ്യുന്നത് ഗ്ലോബൽ ലെഫ്റ്റ് തന്നെ ഇന്ന് മുസ്ലിം രാഷ്ട്രീയത്തെയും സൊഹ്റാൻ മംദാനിയെ പോലെയുള്ള നീതിയുടെ പക്ഷത്തിലുള്ള സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള ചേരി ഒരുമിപ്പിക്കുമ്പോൾ കേരളത്തിലെ CPM ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഹിന്ദു മെജോറിറ്റേറിയറ്റ് ലൈനിൽ പോകാൻ. ഇവിടെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഞാനല്ലാത്ത എല്ലാവരും ഒരു ചേരിയാണെന്ന്. പ്രിയപ്പെട്ട കുഞ്ഞിക്കണ്ണൻ സഖാവെ, തമിഴ്നാട്ടിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും കേരളം വിട്ടാൽ നമ്മളൊക്കെ ഒരു ചേരി തന്നെയാണ്.